നമ്മള് വണ്ടിയിൽ തുമ്മിച്ചിന്റെ ഫോണിൽ വിൽക്കാം. അത് നടക്കില്ല. വെയിലുണ്ട്, നല്ല വെയിലത്ത് നമ്മൾ ഷാർജയിൽ പോവുകയാണ്. ഉണ്ട് ബാക്കില് കാണില്ല. അപ്പോൾ നമ്മൾ ഷാർജയിലേക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റപ്പ് ഉണ്ട് ഗൈസ്. നല്ല വെയിൽ ഗൈസ്, അയ്യോ. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. പിന്നെ നമുക്ക് വേറെ 1-2 ആവശ്യങ്ങളും കൂടെ ഉണ്ട്. എന്തായാലും വണ്ടി കയറട്ടെ കേട്ടോ. വണ്ടി പാർക്കിംഗ് ഇന്നലെ കിട്ടാൻ കുറച്ച് ലോങ്ങാണ് പാർക്കിംഗ് കിട്ടിയത്, അതുകൊണ്ടാണ് ഈ അവസ്ഥ. അപ്പോൾ നമ്മൾ ഷാർജയിൽ അല്ലയ്യ കനാലിലാണ് എല്ലാവരും കൂടെ വന്നിട്ടുള്ളത്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അബില നാട്ടിൽ നിന്ന് വരുമ്പോൾ മഞ്ഞ ചുരിദാറിട്ടാണ് കേട്ടോ അബില. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് സ്കാർഫ് ചുറ്റിയിട്ടുള്ളത് റുക്സാന, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് റിസ്ന. എല്ലാവരും സ്കൂൾ ഫ്രണ്ട്സാണ്. നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. റിസ്നയും ഞാനും ശ്രീകൃഷ്ണയിൽ പഠിച്ചിട്ടുണ്ട്, +2 പഠിച്ചിട്ടുണ്ട് ഒരുമിച്ച്. ബാക്കി 2 പേരും 10th ആൾക്കാരാണ് കേട്ടോ. ശരിക്കും നമ്മുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങി ഇവിടെ വന്നിരുന്ന് കഴിക്കാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ എല്ലാവരും ഡിലേ ആയി. കാരണം ഈ കുട്ടികളെയും വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട എല്ലാവർക്കും വരാൻ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ടൈമിനേക്കാളും ഡിലേ ആയിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ പിന്നെ നമുക്ക് വാങ്ങാനും ഒന്നും ടൈം കിട്ടിയില്ല. പക്ഷേ അബില നാട്ടിൽ നിന്ന് വരുമ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ചക്ക വറുത്തതും അതുപോലെ തന്നെ അണ്ടിപ്പുട്ട് അണ്ടിയുണ്ടാന്നൊക്കെ പറയില്ലേ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പൊ അതൊക്കെ കൊടുന്ന കാരണം അതൊക്കെ എല്ലാവരും ഷെയർ ചെയ്തിട്ട് കഴിക്കുകയായിരുന്നു. കുട്ടികൾക്കൊക്കെ വിശന്ന കാരണം നമ്മളൊരു 5 മണി ഉണ്ടായിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ. ലഞ്ച് കഴിച്ചു. ഓൾമോസ്റ്റ് ഈവനിങ് ചായ കുടിക്കുന്ന ഒരു ടൈമായി. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പിളകിയിട്ടുണ്ടായിരുന്നു. ഇത് വരും. ഞാൻ ഫസ്റ്റത്തെ ക്ലിക്ക് ബൈറ്റ് ഇടും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് നേരം നമുക്ക് കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ റീൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം അങ്ങനെയൊക്കെ പോയി. കുറച്ച് ഡാൻസ് റീലും അതുപോലെ തന്നെ കുറച്ച് അഭിനയിക്കുന്ന റീലും, അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. പിന്നെ കുട്ടികളെല്ലാവരും ഓൾമോസ്റ്റ് നല്ല മിങ്കിളായിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ ഒരു തവണ ഇതിന് മുന്നേ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മളധികം ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ പറയുക, എല്ലാവരും കുറേ കാലത്തിന് ശേഷം കാണുന്നതല്ലേ. നമ്മൾ ഡയറക്റ്റ് വാട്സാപ്പ് ത്രൂ കോണ്ടാക്ട് ഉണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പണ്ടത്തെ ഓർമ്മകൾ ഇവിടെ ശരിക്കും ഈവനിങ് ആയപ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. ഭംഗിയില്ല. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ അജ്മാനിൽ പോയി. എൻ്റെ അനിയനുണ്ട് അവിടെ, അപ്പോൾ അവനെ ഒന്ന് മീറ്റാക്കാം. പിന്നെ അവിടുന്ന് എന്തെങ്കിലും അജ്മാനിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം. എന്നിട്ട് പിന്നെ പിരിയാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ അജ്മാനിൽ പോയി അനിയനെ കണ്ടു. പിന്നെ അവിടുന്ന് നമ്മൾ ചായക്കട എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല അടിപൊളി പൊറോട്ടയും. അൽസാഹിയ സിറ്റി സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം മിക്കു ഇറങ്ങി, ഞാനും ടയേർഡാണ്. ഞാനിവിടെ നമ്മുടെ ഭാവിയും കുട്ടികളുണ്ട് ഇവിടെ അല്ല. അപ്പോൾ അവരെയും കൂടെ കണ്ടിട്ടാണ് നമ്മൾ അബുദാബി പോവുക. എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഹലോ, അപ്പോൾ
ഇത് സെയിം ഡേ അല്ല കേട്ടോ. ഇന്നലെ പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ നമ്മൾ സിറ്റി സെന്ററിൽ നിന്ന് ഞാൻ പിന്നെ പറഞ്ഞില്ലേ നമ്മൾ ബാബിയുടെ അടുത്ത് പോകണമെന്ന്. പിന്നെ അവിടെ പോകാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ലൊക്കേഷൻ കിട്ടിയിട്ട് അറിയാലോ, ഷാർജ ദുബൈ വഴിതെറ്റി ഞാനൊരു 6-7 പ്രാവശ്യം വഴിതെറ്റി. പിന്നെ ആ പ്ലാൻ ഞാൻ നൈസായിട്ട് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് പോവാം, അതായത് എനിക്ക് ആ വഴിയിലേക്ക് എത്തിപ്പെടാൻ പറ്റണില്ല. കുറേ ഞാൻ പോയി നോക്കി, പക്ഷെ പറ്റുന്നില്ല. അപ്പം പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച്. അപ്പോൾ അവരെ കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് നേരെ രാത്രി തന്നെ നമ്മൾ നേരെ പിന്നെ അബുദാബിക്ക് വന്നു. ഇവിടെ ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് എത്തുമ്പോൾ. 2:30-3 മണി 2:30 ആ ഒരു സമയമായിട്ടുണ്ട് എത്തുമ്പോൾ. പിന്നെ വന്ന് മിക്ക ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനക്ക് ഫുഡൊക്കെ കൊടുത്ത് അവൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അങ്ങനെ. കാരണം ഓൾറെഡി അവൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പർക്ക് ചെന്നപ്പോൾ തന്നെ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ലേറ്റായി ഉറങ്ങുമ്പോൾ. പിന്നെ എണീക്കാനും ലേറ്റായി. പിന്നെ എണീറ്റ് പിന്നെ ഇതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വർക്ക് ഉണ്ടായിരുന്നു കുറച്ച് ചെയ്യാൻ. അപ്പോൾ അതും ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് വത്തുബ പാർക്കിലേക്ക് നമ്മുടെ കസിൻസ് എല്ലാവരും അവർ നൈറ്റ് ഫുഡ് ഡിന്നർ അവിടെ നിന്നാക്കാം, നമുക്ക് ചിക്കനൊക്കെ അവിടെ നിന്ന് പൊരിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടാളും. വത്തുബ പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് അവിടെ ഡിന്നർ എല്ലാവരും കൂടെ ഡിന്നർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് നമ്മൾ അവിടെ നിന്നാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ സിലിണ്ടറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചേർന്ന്. അപ്പം അങ്ങനെ. അപ്പം ഇന്നത്തെ ആ ഒരു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. പിന്നെന്താ, ലോങ് വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണുന്നത് കുറവാണ്. എന്തെങ്കിലുമൊക്കെ റീച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഓക്കെ. പിന്നെ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസും കൂടെ ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നിൽക്കുക പോവല്ലേ. പിന്നെ അവരെ കണ്ടുപിടിക്കണം. ഒരു വലിയ പാർക്കാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമുക്ക് അവിടെ പോയിട്ട് കുടിക്കാം. അവരെവിടെയാണോ വിളിച്ചോക്കട്ടെ മുച്ചി, അവരെ കാണുവാനില്ല. അങ്ങനെ നമ്മൾ അവിടെ കുറേ തപ്പിത്തരഞ്ഞതിന് ശേഷമാണ് ഇവരെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഇവരെല്ലാവരും സെറ്റായിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അവർക്ക് 6 നോമ്പുണ്ട്. അപ്പം നോമ്പറക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതിന് സെറ്റായിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ എത്തുമ്പോഴത്തേനും അവർ നോമ്പറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മൾ വീണ്ടും കട്ടൻ ചായയും ഞാൻ കൊടുക്കുന്ന സ്നാക്സും ഒക്കെ കഴിച്ചോടെ ഇരുന്നിട്ട് ഇത് ശരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇക്കാടെ മാമയും അമ്മായും അവരെ ഫാമിലി ഒക്കെയാണ്. ഒരു കസിൻ വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആൾക്കാർ. കാരണം നമ്മളിൽ മുന്നേക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാർക്കിലൊക്കെ വരുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവാറുണ്ട്. അപ്പം 1-2 ഫാമിലിയൊക്കെ നമ്മൾ നാട്ടിൽ പോയിരിക്കുകയാണ്. പിന്നെ ഒരു താത്തയും ഫാമിലിയും അവർ വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ കുറവാണ്. പക്ഷെ അടിപൊളിയായിരുന്നു. കുട്ടികളും പിന്നെ പാർക്കായതുകൊണ്ട് കുറേ ഉള്ളതുകൊണ്ട് അവർ എൻജോയ് ചെയ്യും കുറേ. ഹമ്മൂസാണ്. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. ഇനി ഫൈനലി നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മള് നേരെ വീട്ടിൽ പോണം. വീട്ടില് പോയിട്ട് ദാനമ്മ വെക്കാൻ പോകണം. അത് നടക്കില്ല. ലൊക്കേഷൻ ഇടണം ഗൈസ്. ബൈ. വണ്ടിയിൽ കൊച്ചനെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് ദേവമാമ കണ്ടിട്ട് ചുറ്റി ചെന്നിട്ട് നമുക്ക് ലൊക്കേഷൻ പോടതൊക്കെ. വേണ്ട. അപ്പൊ ശരി.